Hello friends, welcome to Shari's Kitchen. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് എത്തിയിരിക്കുന്നത് ഞാനൊരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുപോലത്തെ ഒരു സ്നാക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇതിനിട്ടിരിക്കുന്ന പേര് ബുള്ളറ്റ് സ്നാക്ക് എന്നാണ്. ഒരു ബുള്ളറ്റിൻ്റെ ഷേപ്പിൽ ഞാൻ ഉണ്ടാക്കിയ ഒരു സ്നാക്കാണിത്. അപ്പോൾ നിങ്ങൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണേ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലേ. അപ്പോൾ ഈ ബുള്ളറ്റ് സ്നാക്കിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടി ഞാനിപ്പോൾ 1 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ വേണ്ടത് ഞാൻ മിളക് എടുത്തിട്ടുണ്ട്. മിളക് ഞാൻ 1 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. പിന്നെ ഇച്ചിരി കായപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വേണ്ടത് എള്ളാണ്. ഞാൻ കറുത്ത എള്ള് എടുത്തിട്ടുണ്ട് കേട്ടോ. കറുത്ത എള്ള് ഒരു 1 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ. പിന്നെ നമ്മുടെ നാളികേരം ചിരകിയത് 3 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ഞാനൊരു 2 ചെറിയ വെളുത്തുള്ളി ചതച്ചതും എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അത് ഞാൻ കത്രിക വെച്ച് മുറിച്ചെടുത്തിട്ടുണ്ട് ചെറുതാക്കിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. സ്റ്റാർട്ട് ചെയ്യാമല്ലേ. ഇത് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 1 കപ്പ് അരിയല്ല എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് അരിക്ക് 1 കപ്പ് വെള്ളം കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഞാൻ ഇടുന്നുണ്ട്. ഇത് ഞാൻ പറയാൻ മറന്നു പോയി കേട്ടോ. ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഇത് തിളക്കട്ടെ. തിളച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുക, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, പിന്നെ നമ്മളുടെ തേങ്ങ, പിന്നെ ഞാൻ ഇത് എള്ള് ഇട്ടിട്ടുണ്ട്, കറിവേപ്പില, പിന്നെ മുളക് പൊടി കേട്ടോ. മുളക് പൊടി ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, പിന്നെ കായപ്പൊടി. ഉപ്പ് നമ്മൾ മുമ്പേ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കായപ്പൊടി. ഇനി ഇത് നന്നായി ഇളക്കുക. അപ്പോൾ ഇത് നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഓക്കെ, അരിപ്പൊടി ഇട്ടിട്ട് നമ്മൾ തീ കുറച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഓൾറെഡി ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി ഇത് നമുക്കൊന്ന് ചൂടാറിയിട്ട് നമുക്ക് സ്നാക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, ഞാനത് ഓഫ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതൊരു ബൗളിൽ നമ്മുടെ പത്തിരിക്ക് കുഴക്കുന്ന പോലെ നന്നായി കുഴച്ച് ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുണ്ടാക്കാൻ തുടങ്ങാം. നമ്മുടെ സ്നാക്ക് ബുള്ളറ്റ് സ്നാക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം കുറച്ച് മാവ് എടുക്കുക. എന്നിട്ട് കയ്യിൽ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് പിന്നെ നീളത്തിൽ ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കുക. നോക്കൂ, ബുള്ളറ്റിൻ്റെ ഷേപ്പിൽ. ഓക്കെ, പിന്നെ നമുക്ക് എല്ലാം ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ആദ്യം കുറച്ച് മാവ് എടുക്കുക, പിന്നെ അത് ഇങ്ങനെ ഉരുട്ടുക, പിന്നെ നീളത്തിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുത്താൽ മതി. ഓക്കെ, അപ്പം നമുക്ക് ഇതാ നോക്കൂ, ഇതാ ഈ ഷേപ്പാണ് വേണ്ടത് നമുക്ക്, ബുള്ളറ്റിൻ്റെ ഷേപ്പ്. ഓക്കെ, നമുക്ക് ബാക്കി എല്ലാതും ഇതുപോലെ ചെയ്യാം. ഓക്കെ, കുറച്ചെടുക്കുക, പിന്നെ ജസ്റ്റ് ഒന്ന് ഉരുട്ടുക. നോക്കൂ, ഇതാണ് വേണ്ടത്. അപ്പോൾ ബാക്കി എല്ലാതും ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, നമ്മളുടെ എല്ലാ ബുള്ളറ്റ്സും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്, അത് ഹോട്ടായിട്ടുണ്ട്. ഇത് നമുക്ക്
ഓയിൽ ഒഴിച്ചെടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം കേട്ടോ. ഇതൊന്ന് ചൂടായി വരട്ടെ. അപ്പം നമുക്ക് ഇതിലേക്ക് ഒരു ബുള്ളറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് മുകളിലേക്ക് പൊന്തി വന്നാൽ അതിൻ്റെ അർത്ഥം ഓയിൽ ചൂടായിട്ടുണ്ടെന്നാണ്. അപ്പോൾ അതാ ഫ്രൈ ആയി മുകളിലേക്ക് വരുന്നുണ്ട്. സോ അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ ബാക്കിയുള്ള ബുള്ളറ്റ്സ് നമുക്ക് കുറച്ച് സ്പേസ് വേണം. ഇടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, നമ്മളുടെ കൈ ചൂടാവും, കൈ ബേൺ ചെയ്യാൻ പാടില്ല കേട്ടോ. ഞാനപ്പോൾ കുറച്ച് ഇടുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായി ഫ്രൈ ആയിട്ട് വരട്ടെ. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മളുടെ വീട്ടിൽ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ അരിപ്പൊടി ഉണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കി കൊടുക്കാം. അത്ര ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഒരു വെറൈറ്റി സ്നാക്കാണല്ലോ, അങ്ങനെ അധികം ആരും കാണാത്ത ഒരു സ്നാക്ക് ആകുമ്പോൾ എല്ലാവർക്കും ഇത് കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് ജസ്റ്റ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. പിന്നെ ഞാനിത് കാശ്മീർ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ വേണം. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറല്ല യൂസ് ചെയ്തിരിക്കുന്നത്, സാധാ ചില്ലി പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര കളർ. അല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ഡാർക്ക് കളർ ഉണ്ടാവും. അപ്പോൾ ഞാനൊരു ട്രിപ്പും കൂടി ഇടാൻ പോകണം. അപ്പോൾ ഞാനിതൊരു 3 ട്രിപ്പായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഓക്കെ, നോക്കൂ, ഞാനിപ്പോൾ എല്ലാ ബുള്ളറ്റ്സും ഇപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഈസിയല്ലേ. ഞാനിപ്പോൾ ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ഈസിയല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യൂ കേട്ടോ. ആൻഡ് വീഡിയോ ഇഷ്ടമായാൽ വീണ്ടും വരൂ, ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. താങ്ക് യു ഫോർ വാച്ചിങ് ചാർലീസ് കിച്ചൺ. ബൈ ആൻഡ് ഹാവ് എ ഗുഡ് വൺ.